എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒക്ടോബർ 12-ാം തീയതി. ഇന്ന് ലാലേട്ടൻ്റെ എപ്പിസോഡാണ്. അതിൻ്റെ ഒരു 3 പ്രൊമോസ് വന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ പ്രൊമോ ഇന്നലെ രാത്രി തന്നെ നമ്മുടെ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം വന്നിട്ടുള്ളതാണ്. അതിൽ എവിക്ഷനെ കുറിച്ചുള്ള പ്രൊമോയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ 3 പേര് നിൽക്കുന്നുണ്ട്: ബിന്നി, ലക്ഷ്മി, അക്ബർ. ഈ 3 പേർക്കും കഴിഞ്ഞ സീസണിൽ കൊടുത്തിരുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ് ഇപ്രാവശ്യത്തെ എവിക്ഷനിൽ കാണുന്നത്. തെർമോകോൾ ബോൾസ് നിറച്ചിട്ടുള്ള അവരുടെ പിക്ചറുള്ള 3 കൊടുത്തിട്ടുണ്ട്. അതിൽ തെർമോകോളിനെ റിലീസ് ചെയ്ത് വിടുമ്പോൾ ആരാണോ എവിക്റ്റ് ആയിരിക്കുന്നത് അവരുടെ മെസ്സേജ് വരും, ആരാണോ സേവ് ആയിരിക്കുന്നത് അവരുടെ മെസ്സേജും വരും. അപ്പോൾ അങ്ങനൊരു പ്രൊമോയാണ് ആദ്യം വന്നിട്ടുള്ളത്. രണ്ടാമത്തെ പ്രൊമോയും 3-ാമത്തെ പ്രൊമോയും നമ്മുടെ ആതിരയുടെ ക്യാപ്റ്റൻസിയെ കുറിച്ചിട്ടുള്ളതാണ്. എല്ലാവരുടെയും അഭിപ്രായ പ്രകാരം ആതിരയുടെ ക്യാപ്റ്റൻസി പൊതുവെ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലുള്ളവരുടെ അല്ല കേട്ടോ, പുറത്തുള്ളവരുടെ അഭിപ്രായ പ്രകാരം പൊതുവെ ഒരു നല്ല ക്യാപ്റ്റൻസിയാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. മെയിനായിട്ട് പറയുന്നത് പട്ടി കുരയ്ക്കാത്ത ഒരാഴ്ചയായിരുന്നു കടന്നുപോയത് എന്നാണ്. എന്തായാലും കുറേ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അതിൽ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ കണ്ടതാണ്, രാവിലെ നേരത്തെ എണീറ്റതിന് ചൊല്ലിയിട്ട് നമ്മുടെ കോമണർ അനീഷ് ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. പിന്നെ ഓരോരുത്തരുടെ അടുത്ത് ആദിലയുടെ ക്യാപ്റ്റൻസിയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. അതിൽ നെവിൻ പറയുന്നുണ്ട് തുഗ്ലക് പരിഷ്കാരമൊക്കെ ആയിരുന്നു ആദില നടപ്പാക്കിയതെന്ന്. പിന്നെ നമ്മുടെ അക്ബർ പറയുന്നുണ്ട് കള്ളൻ്റെ കയ്യിൽ താക്കോല് കൊടുത്തതാണ്, അപ്പോൾ കള്ളത്തിന് നന്നാവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും എല്ലാവരും ആക്റ്റീവായിട്ട് വെറുതെ ഇരുന്നിരുന്ന ഒരു സമയമല്ല. കുറേ കളികളും കുട്ടിക്കളികളും ചിരികളും ഒക്കെ ആയിട്ടായിരുന്നു ലൈവ് കാണുമ്പോൾ നമുക്ക് കഴിഞ്ഞ ആഴ്ച പോയിട്ടുണ്ടായിരുന്നു. പിന്നെ 3-ാമത് വന്നിരിക്കുന്ന പ്രൊമോയിൽ നമ്മുടെ കിച്ചൺ ക്യാപ്റ്റനെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത്. കിച്ചൺ ക്യാപ്റ്റൻ നമ്മുടെ ലക്ഷ്മിയാണല്ലോ. അപ്പോൾ ബിന്നിയും ലക്ഷ്മി ആര്യനുമായിരുന്നു ഉണ്ടായിരുന്നത്. ലക്ഷ്മിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം ചെയ്യാൻ വലിയ നിശ്ചയമൊന്നുമില്ല എന്നാണ് തോന്നുന്നത്. എന്നാലും എല്ലാ കാര്യങ്ങളും നന്നായിട്ട് അറിയാമെന്നുള്ള ഒരു രീതിയിലാണ് ചെയ്തു കൂട്ടുന്നത്. എന്തൊക്കെയോ ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ ഇങ്ങനെ ചെയ്യുകയാണ്. അപ്പോൾ അതിൽ നമ്മുടെ ചപ്പാത്തി മാവ് കുഴച്ച പ്രശ്നവും പിന്നെ തുറന്നു വെച്ച പ്രശ്നവും ആര്യം തുറന്നു വെച്ചുല്ലോ, അതിന് ആര്യൻ്റെ അടുത്ത് ഒരുപാട് ചൂടായിരുന്നു. പിന്നെ വേറെന്താ ഒരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നല്ലോ, നമ്മുടെ അനുമോള് കണ്ടുപിടിച്ചിട്ടുള്ള CID അനുമോള് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടല്ലോ, അതായത് അളക്കാതെ അരിയിട്ട് ചോറൊക്കെ ഒരുപാട് ബാക്കിയായിട്ടുള്ള പ്രശ്നം. അങ്ങനെയൊക്കെ കിച്ചണിൽ എല്ലാ പ്രാവശ്യവും നമ്മുടെ അടുക്കള എന്ന് പറയുന്നത് അടിക്കളമാണല്ലോ, അതേപോലെ തന്നെയായിരുന്നു ഇപ്രാവശ്യം. അപ്പോൾ കിച്ചൺ ക്യാപ്റ്റനെ കുറിച്ച് അഭിപ്രായം ചോദിച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും നമ്മുടെ ബിന്നിയോടാണ്. അപ്പോൾ ബിന്നി പറയുന്നുണ്ട് ലക്ഷ്മി ഭയങ്കര മടിച്ചിയാണ്, അപ്പോൾ അത് നന്നായിട്ട് കിച്ചണിൽ പ്രതിഫലിച്ചിട്ടുണ്ടായിരുന്നു. ആരോടും ഒരു അഭിപ്രായം ചോദിക്കില്ല. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് പാചകം അറിയാവുന്ന ബിന്നീനെ ക്യാപ്റ്റനാക്കാതെ ലക്ഷ്മീനെ ക്യാപ്റ്റനാക്കിയിട്ടുള്ളത് എന്തെങ്കിലും ഒരു പൊളിറ്റിക്സിൻ്റെ ഭാഗമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് അത് ലക്ഷ്മിക്കിട്ട് നമ്മുടെ ആദില കൊടുത്ത ഒരു പണിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസിലുള്ള ആർക്കും പ്രത്യേകിച്ചൊരു ഗെയിമൊന്നും ആലോചിച്ച് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടില്ല. ഇന്നലത്തെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ നമ്മുടെ ലക്ഷ്മി അക്ബറിനെ വലിയൊരു ഗെയിമറാക്കി വെച്ചിട്ടുണ്ട്. അക്ബർ മനസ്സിൽ പോലും ആലോചിക്കാത്തൊരു കാര്യമാണ് തോന്നുന്നത് പറഞ്ഞിട്ടുള്ളത്. എന്ന പോലെ ആദിലതിങ്ങനെ ആലോചിച്ചിട്ടുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. ബിന്നി പറയുന്നുണ്ട് ലക്ഷ്മിക്കിട്ട് പണി കൊടുക്കാനാണ്. പക്ഷേ ഇപ്രാവശ്യം ഒക്കെ തലതിരിഞ്ഞും കൊണ്ടാണ് ബിഗ് ബോസ് ഹൗസിൽ നടക്കുന്നത്. അറിയാത്ത ആൾക്കാരെ പിടിച്ചിട്ടാണ് ക്യാപ്റ്റനാക്കുന്നത്. അത് ആദില മാത്രമല്ല, മുമ്പ് ഉണ്ടായിട്ടുള്ള ക്യാപ്റ്റന്മാരും ഒക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്.
അപ്പോൾ എന്തായാലും പ്രധാനപ്പെട്ട പ്രമാദമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഇന്നലെ ലാലേട്ടൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് വലിയ പൊട്ടിത്തെറികളും പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു എപ്പിസോഡാവും ഇന്നെന്നാണ് തോന്നുന്നത്. മെയിനായിട്ട് ക്യാപ്റ്റൻസിയും വന്നിരിക്കുന്ന 2 പ്രൊമോയും ചെറുതായിട്ടൊരു ആദിലേക്കൊരു കൊട്ട് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു പ്രൊമോയാണ്. ഇനിയിപ്പോൾ എപ്പിസോഡ് കാണുമ്പോൾ നേരെ തിരിച്ചു പോവാം, അറിയില്ല. എന്തായാലും നമുക്ക് കണ്ടിരുന്ന് കാണാം. ചിലപ്പോൾ ക്യാപ്റ്റൻസി മത്സരം ഉണ്ടാവും ഇന്നെന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ സാബുമോനൊക്കെ ക്യാപ്റ്റൻസിക്ക് വേണ്ടി മത്സരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ക്യാപ്റ്റൻസി ആയിട്ട് സാബുമോന് കിട്ടിയ സാബുമോൻ ഈ ആഴ്ചയും സുഖമായിട്ട് രക്ഷപ്പെടും. നമുക്ക് കണ്ടറിയാം. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം.